ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങളിൽ പലരും ആദ്യമായിട്ട് കാണുന്നതായിരിക്കും. അപ്പോൾ ഇതെന്താണെന്ന് അറിയണ്ടേ? ഇതാണ് വെണ്ടയ്ക്ക പോപ്കോൺ. അപ്പോൾ പുതുമയേറിയ വളരെയധികം രുചികരമായ ഈ വെണ്ടയ്ക്ക പോപ്കോൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്കായിട്ട് ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഏകദേശം 1/2 ഇഞ്ച് കനത്തിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നാലേ ആ പോപ്കോണിൻ്റെ യഥാർത്ഥ ഷേപ്പിൽ ഇത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇതുപോലെ വേണം കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കേണ്ടത്. എല്ലാ വെണ്ടയ്ക്കയും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ വലിയൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയും കടലമാവുമാണ്. ഇതിൻ്റെ കറക്റ്റ് അളവ് പറയുന്നില്ല, കാരണം ഇത് വീണ്ടും ചേർക്കുന്നുണ്ട്. ഇതോടൊപ്പം ആവശ്യത്തിന് ഉപ്പും, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ ജീരകപ്പൊടി, അത് കഴിഞ്ഞ് 2 സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്ക് കൊടുക്കാനും മറക്കരുതേ. മഞ്ഞൾപ്പൊടി നേരത്തെ ചേർക്കാൻ മറന്നുപോയി. ഇതോടൊപ്പം 1/2 സ്പൂൺ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടിയെല്ലാം നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടിയും കടലമാവിൻ്റെ പൊടിയും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. ചേർത്ത് കൊടുത്ത പൊടിയും മാവും ഒക്കെ വെണ്ടയ്ക്കയിലേക്ക് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം ഇതുപോലെ കയ്യിൽ ഒഴിച്ച് വേണം കുടഞ്ഞ് ചേർത്ത് കൊടുക്കേണ്ടത്. ഡയറക്റ്റായിട്ട് വെണ്ടയ്ക്കയിലേക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല, കാരണം അപ്പോഴീ പോപ്കോണിൻ്റെ യഥാർത്ഥ ഷേപ്പ് കിട്ടാതെ വരും. ഇങ്ങനെ നമ്മൾ പുട്ടിൻ്റെ മാവ് നനയ്ക്കില്ലേ, അതുപോലെ കുറച്ച് കുറച്ചായിട്ട് തളിച്ച് വേണം ഇതുപോലെ നനച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ നനച്ചതിന് ശേഷം വീണ്ടും അരിപ്പൊടിയും കടലമാവിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്ത് ഒരു 4-5 പ്രാവശ്യം ഇങ്ങനെ ചേർത്ത് കൊടുക്കേണ്ടി വരും, ചെറുതായിട്ട് നനച്ചിട്ട്. അപ്പം നമ്മൾ എത്രത്തോളം ഇങ്ങനെ നനച്ച് ചേർത്ത് കൊടുക്കുന്നോ അപ്പോഴാണ് അതിൻ്റെ ഒരു മുത്ത് പോലുള്ളൊരു ഷേപ്പിൽ മാവ് പിടിച്ച് ഇത് ഈ വെണ്ടയ്ക്ക പോപ്കോണിൻ്റെ കറക്റ്റ് ഷേപ്പിലേക്ക് വരുന്നത്. മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ തട്ടി കൊടുക്കുന്നത് നല്ല ഷേപ്പ് കിട്ടാൻ സഹായിക്കും. ഇനി ഇതിനെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൻ്റെ ഈർപ്പമൊക്കെ മാവിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇത് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിനേക്കാളും വളരെയധികം നല്ലതാണ്, കാരണം വെളിച്ചെണ്ണയിൽ രുചി വ്യത്യാസമുണ്ടാകും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് വേണം ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ പാകമാകും. അപ്പോഴത്തേക്കും എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാ വെണ്ടയ്ക്ക പോപ്കോൺസും ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഇതിനെ മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പിയും ക്രഞ്ചിയുമായ ഈ വെണ്ടയ്ക്ക പോപ്കോൺ കാണുമ്പോൾ കളിയടയ്ക്ക പോലെ തോന്നുന്നുണ്ടല്ലേ? ചൂടുള്ള ഈ വെണ്ടയ്ക്ക പോപ്കോണിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചാറ്റ് മസാലയും അതുപോലെ ബ്ലാക്ക് സാൾട്ടും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറുമാണ്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ബൗളിൽ വെച്ചിട്ട് തട്ടി കൊടുക്കണം. അപ്പോൾ കുറച്ച് ഇങ്ങനെ തട്ടുമ്പോൾ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആകും. ചൂടോടുകൂടി തന്നെ വേണം ഇത് കഴിച്ച് തീർക്കേണ്ടത്. തണുത്താൽ ഇതിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ പോവും. അപ്പോൾ നിങ്ങൾക്ക് ഈ പുതുമയേറിയ പോപ്കോൺ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് തരാനും അതുപോലെ തന്നെ നല്ല കമൻറ്റ്സ് തരാനും പിന്നെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ.
അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.